ദീനിയായ പെരുമാറ്റം വേണം. ദീന് വിട്ട് കളിച്ചിട്ട് നിങ്ങൾ ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ ഹിന്ദു സുഹൃത്തിനെ സ്നേഹിക്കണം. അവൻ പട്ടിണി കിടന്ന ഭക്ഷണം കൊടുക്കണം. അവന് ബുദ്ധിമുട്ടുണ്ടെന്നറിഞ്ഞാൽ അവനെ സഹായിക്കണം. എല്ലാ നിലക്കും അവൻ നമ്മുടെ സുഹൃത്ത് തന്നെയാണ്, തർക്കമൊന്നുമില്ല. മനുഷ്യൻ എന്ന രീതി. പക്ഷെ മതം രണ്ടും രണ്ടാണ്. അവന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ തലയെ കയറ്റാൻ പാടില്ല. ആരാന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ കൊണ്ടുനടക്കാൻ പാടില്ല. ആ ഏർപ്പാട് ചെയ്താൽ അത് പരിശുദ്ധ ദീനിനോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. അവന്റെ ആഘോഷമല്ല നിങ്ങൾ ആഘോഷിക്കേണ്ടത്. അത് പറഞ്ഞാൽ മതസൗഹാർദ്ദം പൊട്ടിത്തകർന്ന് പോകുന്നില്ല. ഓരോ സമൂഹത്തിനും ഓരോ ആചാരങ്ങളും ക്രമങ്ങളിൽ കുല്ലിൻ ജഅൽനാമിക്കും ശിർഅത്തൻ വ മിൻഹാജ എന്ന് പറഞ്ഞില്ലേ. മുസ്ലിമിന്റെ ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചർ അനുസരിച്ച് ആ മുസ്ലിം നിൽക്കേണ്ടത്. അതേസമയത്ത് മനുഷ്യൻ എന്ന രീതിയിൽ അവരോട് നല്ല നിലക്ക് പെരുമാറുന്ന ഒരു ശത്രുവിനെ ഉണ്ടാക്കാൻ പാടില്ല. നമ്മളെ കൾച്ചർ വിട്ട് കളിക്കാൻ പാടില്ല. ചെറുപ്പക്കാർ മനസ്സിലായിക്കോ. ദീൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതൊരു ജിഹാദാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിന്റെ തിന്മകൾക്കെതിരെ പൊരുതലാണ് ശരിയായ ജിഹാദ്. ആരാനെ വേദനിപ്പിക്കലല്ല. നിങ്ങളുടെ പ്രവർത്തനത്തിലുള്ള തെറ്റ് തിരുത്തലാണ് ജിഹാദ്. അഹ്ലുസുന്നയുടെ ഖാദിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സമുദായത്തിൽ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദഅയും ഈ ഉമ്മത്തിലുണ്ടാകും. ഒരുപക്ഷേ രാഷ്ട്രീയ രംഗത്തും മറ്റ് ഇടപെടലുകളിലൊക്കെ പരസ്പരം കൂടിയിരിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും. എന്നാലും അഹ്ലുസുന്ന വൽ ജമാഅയിൽ വിശ്വസിക്കുന്ന നമ്മുടെ ആദരണീയരായ ഖാദിമാർ മുബ്തദിഈകളുടെ ചതിപ്രയോഗങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുബ്തദിഈങ്ങളുടെ ബിദ്അത്തിന്റെ അവരുടെ സംഘടനകളുടെ ഔദ്യോഗികമായ സ്ഥാപനങ്ങളുടെയും സമ്മേളനങ്ങളുടെയും വേദികളിൽ അഹ്ലുസുന്നയുടെ ഖാദിമാർ സാന്നിധ്യം അറിയിച്ചുകൂടാ. ബിദ്അത്തിന്റെ പ്രചരണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടകനാകേണ്ടത് അവനല്ല നമ്മുടെ ഖാദിമാർ. ബിദ്അത്തിന്റെ സമ്മേളനങ്ങളിൽ രക്ഷിതാക്കളും അതിഥികളുമായി ബിദ്അത്തിന്റെ സ്റ്റേജിൽ അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ടെങ്കിലും അവരുടെ ബിദ്അത്തിന് ഒരു സഹായമാകുന്ന രൂപത്തിലോ ഖാദിമാരുടെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല. എല്ലാ ഘടകങ്ങളും പോഷകഘടകങ്ങളും ഒരുമിച്ച് നിന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഈ പരിപാടി ഇത്തരത്തിൽ നല്ല നിലയിൽ നടത്താൻ സാധിച്ചതും അവർ പ്രയത്നം കൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മളൊക്കെ എല്ലാവരും സമസ്തക്കാരാണ്. സമസ്തയെ സ്നേഹിക്കുന്ന ഖാദിമീങ്ങളാണ്. നമ്മൾ അത് വെടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അപ്പം നമ്മൾ ഈ മേലിലും നമ്മളുടെ അദ്വൈതനായ നമ്മുടെ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ പിന്നടിയായിട്ട് നമ്മൾ ജീവിക്കണം. നമ്മൾക്ക് സമസ്തയാണ് നമ്മുടെ നേതാവ്, സമസ്തയാണ് നമ്മുടെ ഇമാമ്. അത് നമ്മൾ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടായിരിക്കും, അതൊന്നും നമ്മൾ കാണാക്കണ്ട. നമ്മൾ സ്നേഹിക്കുന്ന സമസ്തയാണ്. ആ സമസ്തയുടെ അടിയുറച്ച് നിന്നുകൊണ്ട് ആ പണ്ഡിതന്മാരെ ഒപ്പം നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോഴേ നമുക്ക് ശക്തി ഉണ്ടാവുകയുള്ളൂ. ആ ശക്തി നമ്മൾ ഇനിയും നാളെയും അതിൻ്റെ ശക്തി തെളിയിപ്പിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രയത്നം.